നമസ്കാരം. സംസ്ഥാനത്ത് നമ്മുടെ ഒരു ഗവർണറുണ്ട്. എന്തിനും ഏതിനും സർക്കാരുമായി ഒരു മൽപ്പിടുത്തത്തിനൊരുങ്ങുന്ന ഗവർണർ. ആ ഗവർണർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഇവിടെ എന്താ പറയുക, ഒരു സംഘപരിവാർ അജണ്ട നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുക, ഇവിടുത്തെ ഭരണം മോശമാണ് എന്നുള്ള തരത്തിൽ ഒരു അപഖ്യാതി പരത്തുക, ഇവിടുത്തെ മാർക്സിസ്റ്റുകാരെല്ലാവരും ഗുണ്ടകളാണെന്നും മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള പ്രദേശങ്ങൾ നൊട്ടോറിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നും വരുത്തി തീർക്കുക. ഇവിടെയുള്ള DYFI SFI പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ ഒരു റാസ്കൽസ് ആണ് എന്ന് വരുത്തി തീർക്കുക. ഇത്തരത്തിലുള്ള നയ സമീപനങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ തോന്നിവാസം വിളിച്ചു പറയുക, അവരെ ഏറ്റവും നീചന്മാരായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ഒരുപാട് അജണ്ടകളാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുക, അതിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പോലും പിടിച്ച് തൻ്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരിക, ഈ സംസ്ഥാനത്തെ ഏറ്റവും വിജയകരമായി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സർവകലാശാലകളിലെ എല്ലാം ഈ പറയുന്ന കാവിക്കൊടി കൊണ്ട് അതിനെയൊക്കെ മൂടുക എന്നുള്ള ഒരു പരമമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇരിക്കുന്ന വൈസ് ചാൻസലർമാരെല്ലാവരും കഴിവുകെട്ടവരാണ്. അവരെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ അജണ്ടയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെയെല്ലാം മാറ്റുക, എന്നിട്ട് സംഘപരിവാർ അജണ്ടയുള്ള സംഘപരിവാർ മനോഭാവമുള്ള RSSകാരായോ BJPക്കാരോ ആയ ആളുകളെ അവിടെ കൊണ്ടുവന്ന് അവരോധിക്കുക. ഇതാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇവിടെ എത്രത്തോളം പ്രതിരോധിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം ശക്തിയിൽ തന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന P സദാശിവത്തെ പോലുള്ള അതിന് മുമ്പിരുന്നിട്ടുള്ള പല ഗവർണർമാരെയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്കാർക്കും ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. സർക്കാർ എടുക്കുന്ന പല നിയമങ്ങളും തീരുമാനങ്ങളും പോലും യഥാവിധി ഒപ്പിട്ട് കൊടുക്കാതെ ഫയൽ തിരിച്ചയക്കുന്ന തരത്തിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാരുമായുള്ള പോരിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. ഇതിനെല്ലാം എതിരെ, അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ രാജ്ഭവന് മുന്നിൽ സമരം നടത്തിയതെന്ന് നമുക്കറിയാം ഇവിടുത്തെ ഇടതുപക്ഷം. വിദ്യാഭ്യാസ സംരക്ഷണ സമരം പോലുള്ള സമരങ്ങൾ നടത്താൻ പോലും ഇവിടുത്തെ സർക്കാരിനെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രേരിപ്പിച്ച ഒരു പക്ഷേ ഇത്രത്തോളം ഗത്യന്തരമില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഗവർണറായിരിക്കും. നമുക്കിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടിരുത്തുമ്പോൾ, അവിടെ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ അവിടുത്തെ സിൻഡിക്കേറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന NIRFന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ സർവകലാശാലകളിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ 9ാം സ്ഥാനത്ത്, തൊട്ടടുത്ത സ്ഥാനത്ത് തന്നെ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റുണ്ട്. അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന അടുത്ത തൊട്ട് സ്ഥാനത്ത് തന്നെ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയും ഉണ്ട്. അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ദേശീയ പ്രശസ്തിയിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എത്തിപ്പെടുമ്പോഴും അപ്പോൾ അവിടെയെല്ലാം ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഈ പറയുന്ന മനോഭാവമുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരിക, വൈസ് ചാൻസലർമായി നിയമിക്കുക, അവിടുത്തെ സിൻഡിക്കേറ്റുകളെ, ജനാധിപത്യ സ്വഭാവമുള്ള സിൻഡിക്കേറ്റുകളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് സംഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് ഇത്തരം സിൻഡിക്കേറ്റുകൾ ചേർന്നുകൊണ്ടാണ്, ജനാധിപത്യപരമായ രീതിയിൽ ചേർന്നുകൊണ്ടാണ് അവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നത്. പണമിടപാട് പോലെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ നിയമനിർമ്മാണങ്ങളും നയപരമായ പല തീരുമാനങ്ങളും, അതോടൊപ്പം ഇതെല്ലാം നടത്തേണ്ട ആ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന ചർച്ചകളിലൂടെ അല്ലെങ്കിൽ യോഗങ്ങളിലൂടെയാണ്. അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, നടക്കുന്നതിലാകട്ടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ, ജനാധിപത്യപരമായ തീരുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും അത് നടപ്പിലാക്കാൻ വേണ്ട, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് കൂപ്പുകുത്തുക എന്ന് പറയില്ലേ, അതായി നമ്മളുടെ യൂണിവേഴ്സിറ്റികളുടെ, നമ്മുടെ സർവകലാശാലകളുടെ അവസ്ഥ. ഇതിന് കാരണക്കാരനാരാണ്? ഇതിന് അക്ഷരാർത്ഥത്തിൽ കാരണക്കാരനായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും നമ്മുടെ ഗവർണറെ തന്നെയാണ്. അതോടൊപ്പം വിദ്യാർത്ഥി യൂണിയനുകൾ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും കുട്ടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവിടെ പഠിക്കാനെത്തുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയാണ് വിദ്യാർത്ഥി യൂണിയനുകൾ.
അത്തരത്തിലുള്ള വിദ്യാർത്ഥി യൂണിയനുകളുടെ സ്വാതന്ത്ര്യങ്ങളെ എടുത്ത് നീക്കം ചെയ്യുന്നു. അത്തരം യൂണിയനുകൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ലാതെയാകുന്നു. ഇതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വല്ലാത്ത ഒരു അധിനിവേശം നടത്താൻ ഉറച്ചിരിക്കുകയാണ് നമ്മുടെ ഗവർണർ എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഈ രീതിയിലെല്ലാം നമ്മുടെ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിൽ ഈ രീതിയിൽ ഒരു സംഘപരിവാറിസം എന്ന് പറയാം, അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സത്യത്തിൽ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തടയിടേണ്ട കാര്യങ്ങളാണ്. അത് ഓരോന്നിനും ഓരോ രീതികളുണ്ട്. ഓരോ വിദ്യാഭ്യാസ രീതികൾക്കും നമുക്കറിയാം, ഏറ്റവും ചരിത്രപരമായ കാലത്തിന് അനുയോജ്യമായ ഒരു ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തിയ സംസ്ഥാനമാണ് നമ്മളുടേത്. 4 വർഷ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലോചിതമായ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്. അപ്പം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന, ഇത്രയും മുന്നോട്ട് കണ്ട് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഇതിനെല്ലാം തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ചാൻസലർ എന്ന് പറയുന്ന അത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകളാണ് ഇതൊക്കെ. നമ്മൾ ഈ കണ്ട ഉന്നതിയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്തിയതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല. ഇതിനും വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഇതിനു മുൻപും ഇരുന്നിട്ടുള്ള പല ഗവർണർമാരും ഇതിന് ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇതൊക്കെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. ഇതിനെയെല്ലാം തീർച്ചയായും തടയിടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്.